أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയുടെ തൊട്ടു മുമ്പുള്ള ഖുതുബയിൽ നമ്മൾ ലോകം ചുറ്റി സഞ്ചരിച്ച ഒരു മാന്യദേഹത്തിൻ്റെ ചില വർത്തമാനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഉലകം ചുറ്റിയ അദ്ദേഹം അഥവാ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ചില മതങ്ങളുമായി ബന്ധപ്പെട്ട, ദൈവവുമായി അള്ളാഹുവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ സ്വാധീനം ചെലുത്തുന്ന കാര്യവും അവർ അത് ശ്രദ്ധിക്കുന്ന കാര്യവും ആ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദൈവിക അസ്തിത്വത്തെക്കുറിച്ച് ചില സംഗതികളാണ് നമ്മളന്ന് സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ, നല്ല ഫോളോവേഴ്സുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ ചില സംഗതികളാണ് മതം പഠിപ്പിക്കുന്നതെല്ലാം വെറും പൊട്ടത്തരങ്ങളാണ് എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അതുപോലെ തന്നെ മതം പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചോദ്യമാണ്. ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാനാണ് കഴിയുക എന്നതും അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരാമർശമാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ഞാൻ പറഞ്ഞതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചൊരു കാര്യം, മതം എന്ന് പറയുന്നത് ഇവിടെ ആരെയും ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഇത് നമ്മൾ അദ്ദേഹത്തിന് പറയുന്ന മറുപടിയോ ഒന്നുമല്ല, മറിച്ച് വിശ്വാസികൾ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് മതങ്ങളും മതവിശ്വാസങ്ങളും, അതിൽ തന്നെ പ്രത്യേകിച്ച് ഇസ്ലാമും അതിശക്തമായ വിമർശനങ്ങൾക്കും നിരൂപണങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തെടുത്തു നോക്കിയാലും എന്ത് പറഞ്ഞാലും അതിനകത്ത് ഇസ്ലാമും മുസ്ലിങ്ങളും ശക്തമായ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും, വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല, മുസ്ലിങ്ങളുടെ അസ്തിത്വം, ഇതെല്ലാം വിമർശന വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആത്മവിശ്വാസമുള്ള ഒരു മുസ്ലിമായി മാറാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. കേവലം പല ഘട്ടത്തിലും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ കേവലം ട്രഡീഷണൽ ഒരു ബിലീഫ്, പാരമ്പര്യമായ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്നതിനപ്പുറം ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു മുസ്ലിമായി മാറാൻ, മുസ്ലിമായി ഈ കാലത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ വെല്ലുവിളിയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ നമ്മളുടെ വിശ്വാസത്തിനും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിനും, അത് നമ്മുടേത് മാത്രമല്ല എല്ലാവരുടേതുമാണ്, പക്ഷേ അതിൻ്റെ വാക്താക്കളായിട്ട് നമ്മൾ സ്വയം വിശ്വസിക്കുന്നു നമ്മളതിൻ്റെ വാക്താവാണെന്ന്. അങ്ങനെയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു മുസ്ലിം ആവൽ വളരെ അനിവാര്യമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ, പുതിയ തലമുറയുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, വിശുദ്ധ ഖുർആനിനെക്കുറിച്ച്, വിശുദ്ധ ഖുർആനിലെ നിയമങ്ങളെക്കുറിച്ച്, ഇതിനൊക്കെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വളരെ അനിവാര്യമാണ് ഇത്തരം സംഗതികളെക്കുറിച്ച് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ജ്ഞാനാടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുസ്ലിമാകാൻ. നമ്മൾ ആവർത്തിച്ച് പറയുന്ന, എനിക്ക് എന്നോടെന്ന പോലെ നിങ്ങളോടും പറയാനുള്ളൊരു കാര്യമാണ്,
നമ്മൾ മുസ്ലിം ആകുന്നത് ഒരു ജ്ഞാനാടിത്തറയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. വെറുതെ ഇങ്ങനെ ബ്ലൈൻഡായി ഞാനൊരു മുസ്ലിമാണ്, കുറേ അനുഷ്ഠാന കർമ്മങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർവഹിക്കുന്നു, അങ്ങനെയല്ല. കൃത്യമായ വിശുദ്ധ ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിമകളിൽ ജ്ഞാനബോധ്യമുള്ളവനാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് അള്ളാഹ് തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ജ്ഞാനബോധ്യം നമുക്ക് ഇസ്ലാമിൻ്റെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ കാര്യത്തിലും വിശുദ്ധ ഖുർആനിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്കുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതം എന്ന് പറയുന്നത് അത് ഏതു മതമാണെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ജനങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാനല്ല. ശാസ്ത്രം പഠിപ്പിക്കലല്ല മതത്തിൻ്റെയും മതവേദഗ്രന്ഥങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായ കാര്യങ്ങൾ അന്വേഷിച്ച് വിശുദ്ധ ഖുർആനിലേക്കോ ഭഗവത്ഗീതയിലേക്കോ ബൈബിളിലേക്കോ നോക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇതൊന്നും ജനങ്ങളെ ശാസ്ത്രീയ സത്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന സംഗതിയല്ല. മതം ഇവിടെ വന്നത് മനുഷ്യനെ ധാർമ്മിക ബോധമുള്ളവനാക്കി മാറ്റാൻ വേണ്ടി, അതിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം. അതല്ലാതെ പണ്ട് കാലത്ത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ സ്റ്റേജിൽ കയറി എന്ന് പറയുന്നത് പോലെ, വാളിൻ്റെ സമയത്ത് പറയുന്നത് പോലെ എല്ലാം ഖുർആനിലുണ്ട് എന്നൊക്കെ വിടുവായുത്തങ്ങളൊന്നും നമ്മൾ വിളിച്ചു പറയേണ്ടതില്ല. അങ്ങനെ എല്ലാം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥവുമല്ല ഖുർആൻ. അങ്ങനെ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുമില്ല. വെറുതെ ഇങ്ങനെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്, ഖുർആനിലെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥവുമല്ല. ഈ മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രം ഇവിടെ വന്നിട്ടുള്ളത് മനുഷ്യൻ്റെ ഭൗതികമായ പുരോഗതിയെ ഉദ്ദീപിപ്പിക്കാനും എളുപ്പമാക്കാനും വികസിപ്പിക്കാനുമാണ്. മനുഷ്യനിവിടെ ജീവിക്കണമെങ്കിൽ ശാസ്ത്രീയമായി ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് മനുഷ്യൻ ആ വിഷയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ശാസ്ത്രം ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു മതവിശ്വാസിക്കും, എസ്പെഷ്യലി മുസ്ലിങ്ങൾക്ക്, ശാസ്ത്രത്തെ ഒരു തരിമ്പും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ശാസ്ത്രമാണ് മനുഷ്യന് ഭൗതികമായ പുരോഗതി ഉണ്ടാക്കുന്നത്. ആ ഭൗതികമായ പുരോഗതി ഉണ്ടാക്കാൻ ആവശ്യമായ ബൗദ്ധികമായ കഴിവ് അത് നമ്മുടെ തലച്ചോറിലാണെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ബൗദ്ധികമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ ഭൗതികമായ കഴിവ് കാലങ്ങൾ പിന്നിടുന്നതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വികസിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, എനിക്കും നിങ്ങൾക്കും 10 വയസ്സുള്ളപ്പോൾ എനിക്കും നിങ്ങൾക്കുമുള്ള ഐക്യു അല്ല ഇപ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടിക്കുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് വികസിപ്പിക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടിക്കുള്ള ഐക്യു ആയിരിക്കില്ല ഇനി ഒരു 10, 15, 20 കൊല്ലം കഴിയുമ്പോൾ ജനിക്കുന്ന കുട്ടികൾ 10 വയസ്സാകുമ്പോൾ ഉണ്ടാവുന്ന ഐക്യു. ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമുക്ക് 10 വയസ്സ് സമയത്ത് ക്യാച്ച് ചെയ്യാൻ പറ്റാതിരുന്ന, അബ്സോർബ് ചെയ്യാൻ പറ്റാതിരുന്ന പല വിവരങ്ങളും ഇന്നത്തെ കുട്ടികൾക്ക്, 10 വയസ്സുള്ള കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ബുദ്ധി വികസിക്കുന്നുണ്ട്, ബുദ്ധി വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 50 കൊല്ലം മുമ്പ് കണ്ടെത്താൻ പറ്റുന്ന കാര്യം, ഇന്ന് കണ്ടെത്തിയ ഒരു കാര്യം 50 കൊല്ലം മുമ്പ് കണ്ടെത്താൻ പറ്റില്ല. 50 കൊല്ലം മുമ്പ് കണ്ടെത്തുക സാധ്യമേ അല്ല. കാരണം ആ സമയത്ത് ഇന്നത്തെ കാര്യം കണ്ടെത്താനുള്ള ബൗദ്ധികമായ ശേഷി പടച്ചമ്പുരാൻ മനുഷ്യന് അന്ന് നൽകിയിട്ടില്ല. അതുകൊണ്ട് അന്ന് അത്രേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനി 60 കൊല്ലം കഴിയുമ്പോൾ കണ്ടെത്തേണ്ട കാര്യം ഇന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം 60 കൊല്ലം കഴിഞ്ഞ് കണ്ടെത്താൻ പറ്റുന്ന ബുദ്ധിയല്ല ഇപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. 60 കൊല്ലം കഴിയുമ്പോൾ മനുഷ്യന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ബൗദ്ധികമായ ശേഷി അല്ലാഹു ശാസ്ത്രജ്ഞന്മാർക്കടക്കം സാധാരണ മനുഷ്യർക്കടക്കം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് അല്ലാഹുവിൻ്റെ ഒരു സുന്നത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ബുദ്ധി ഉപയോഗിച്ചാണ് മനുഷ്യൻ ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും കണ്ടെത്തലുകളും ഒക്കെ നടത്തുന്നത്. അതാകട്ടെ നമ്മുടെ ഭൗതിക പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. മതം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനിലുള്ള മാനവിക ബോധവും മനുഷ്യനിലുള്ള മനുഷ്യത്വവും നിലനിർത്താനും വളർത്താനുമുള്ള വിവരങ്ങളാണ് മതവും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും നൽകുന്നത്.
അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത്തെ, ശാസ്ത്രം നൽകുന്നത് മനുഷ്യൻ്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു. മതം നൽകുന്നത് മനുഷ്യൻ എന്നുള്ള നിലക്ക് അവനിലെ മനുഷ്യത്വം നിലനിർത്താൻ, അവൻ്റെ മാനവിക ബോധം നിലനിർത്താൻ, അത് നിലനിർത്താനുള്ള അധ്യാപനങ്ങളാണ്, ധാർമ്മിക അധ്യാപനങ്ങളാണ് മതം നൽകുന്നത്. ഇത് രണ്ടുകൂടി ചേരുമ്പോഴാണ് മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി അദ്ദേഹം പറഞ്ഞു, സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം വളരെ അപകടകരമാണ്. ശാസ്ത്രത്തെ തള്ളിപ്പറയുന്ന മതചിന്തയും അപകടകരമാണ്. രണ്ടും അപകടകരമാണ്. ധാർമ്മിക മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രവും അതുപോലെ തന്നെ ശാസ്ത്രത്തെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള മതചിന്തകളും രണ്ടും അപകടകരമാണ്. അപ്പം മനുഷ്യന് സന്തുലിതമായി ഇവിടെ വളരണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അംഗീകരിച്ചേ മതിയാകുള്ളൂ. മറ്റേത് ബുദ്ധി കണ്ടെത്തിക്കോളും, ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിക്കോളും, പുതിയ കണ്ടെത്തലുകൾ. അതിനെക്കുറിച്ച് മതം പറയേണ്ട കാര്യമില്ല. അതിനാണ് അള്ളാഹ് ബുദ്ധി കൊടുത്തിട്ടുള്ളത്. ആ ബുദ്ധി അവൻ വിനിയോഗിച്ച് അതവൻ കണ്ടെത്തും. അതിനെ ഖുർആൻ പറയേണ്ട കാര്യമില്ല, ഇന്നത് കണ്ടെത്ത്, ഇന്നത് കാണ്, അന്വേഷിക്കുക, പഠിക്കുന്നു പറയേണ്ട കാര്യമില്ല. പക്ഷെ പൊതുവിൽ ഖുർആൻ ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയും ബുദ്ധി വിനിയോഗിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യനിൽ എപ്പോഴും ഒരേ നിലവാരത്തിൽ നിലകൊള്ളുന്ന ഒന്നല്ല. നമ്മളിതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യനിൽ എപ്പോഴും മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരേപോലെ നിലനിൽക്കുന്നതല്ല, കോൺസ്റ്റന്റ് അല്ല, സ്ഥിരമായി ഇങ്ങനെ നിൽക്കുന്ന ഒന്നല്ല. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യനിൽ മനുഷ്യത്വമുണ്ട്, മാനവിക ബോധമുണ്ട്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. മനുഷ്യനിൽ അല്ലാഹു ധർമാധർമ്മ ബോധനം നൽകിയിട്ടുണ്ട്. ഈ ധർമാധർമ്മ ബോധനമാണ് മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത്. മനുഷ്യനിൽ മനുഷ്യത്വം നിലനിർത്തുന്നത് ഈ ധർമാധർമ്മ ബോധനമാണ്. മാനവിക ബോധം മനുഷ്യനിൽ നിലനിർത്തുന്നത് ഈ ധർമാധർമ്മ ബോധമാണ്. ഈ ധർമാധർമ്മ ബോധം മനുഷ്യനിൽ ഉണ്ട് എന്നതുകൊണ്ട് അത് കോൺസ്റ്റന്റായി, അത് ഉറച്ച് എപ്പോഴും ഒരുപോലെ ഒരേ ഗ്രാഫിൽ ഒരേ ഡിഗ്രിയിൽ അത് നിൽക്കില്ല. അതിനെ വളർത്താൻ കഴിയും മനുഷ്യന്, അതിനെ തളർത്താനും കഴിയും മനുഷ്യന്. ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ മനുഷ്യത്വം തളർന്നു പോകും. ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മനുഷ്യത്വം സജീവമാകും. അതാ അല്ലാഹ് പറഞ്ഞത്, സ്വന്തത്തെ സംസ്കരിച്ചവൻ വിജയിച്ചു, ഇല്ലാത്തവൻ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇതിനെ സംസ്കരിച്ചാൽ മാത്രമേ മനുഷ്യനിൽ മനുഷ്യത്വം നിലനിൽക്കുള്ളൂ. അത് സംസ്കരിച്ചില്ലെങ്കിൽ മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാവില്ല. മനുഷ്യനിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് സംവിധാനിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് ഒരു മനുഷ്യനെ എപ്പോഴും അത് പ്രകടിപ്പിക്കണമെന്നില്ല. ഇപ്പൊ അണ്ണാനെ സംബന്ധിച്ചിടത്തോളം അണ്ണാൻ മരം കയറുക എന്നുള്ളത് അണ്ണാന്റെ നൈസർഗികമായ കഴിവാണ്. ഈ നൈസർഗികമായ കഴിവ് പോലുള്ള ഒരു കഴിവല്ല മനുഷ്യനിലുള്ള മനുഷ്യത്വം എന്ന് പറയുന്നത്. കാരണം അത് താഴുകയും ഉയരുകയും ഒക്കെ ചെയ്യും. ഉയർത്തേണ്ടത് നമ്മളാണ്. താഴ്ത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. നമ്മളിൽ നിന്ന് മനുഷ്യത്വം താനെ ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ കുട്ടിയെ കൊണ്ടുപോയി ഏതെങ്കിലും മൃഗങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഇട്ടുകൊടുത്താൽ ആ കുട്ടിക്ക് ഒരിക്കലും മനുഷ്യത്വം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ കുട്ടി രണ്ട് കാലിൽ നിൽക്കുക പോലുമില്ല. കാരണം ആ കുട്ടിയുടെ മുൻപിൽ കാണുന്ന മൃഗം ഏത് രൂപത്തിലാണോ ചലിക്കുന്നത് ആ രൂപത്തിൽ മാത്രമേ ആ കുട്ടി ചലിക്കുകയുള്ളൂ. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. മനുഷ്യ കൂട്ടത്തിൽ കൊണ്ടുപോയി ഒരു മൃഗത്തെ ഇട്ടാൽ ഒരിക്കലും ആ മൃഗം മനുഷ്യനെ പോലെ നടക്കില്ല, ആ മൃഗത്തെ പോലെ തന്നെ നടക്കുള്ളൂ. അതേസമയം മൃഗക്കൂട്ടത്തിൽ കൊണ്ടുപോയി ഒരു മനുഷ്യനെ ഇട്ടാൽ ആ മനുഷ്യൻ ആ മൃഗം കാണിക്കുന്നത് പോലെ കാണിക്കും. ഇതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസം. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ വളർന്ന ഒരു കുട്ടി, ആ കുട്ടി കുരങ്ങനെ പോലെ 4 കാലിൽ സഞ്ചരിക്കുകയും കുരങ്ങൻ ചീറ്റുന്നത് പോലെ ചീറ്റുകയും ചെയ്യുന്നത് പത്രവാർത്ത വന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അത് നമ്മൾ വേറെ രസകരമായ പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. വെറുതെ ഒന്നുമല്ല, വെറുതെ നിരീശ്വരവാദികളും യുക്തിവാദികളും നവനാസ്തികരും ഒക്കെ വിളിച്ചു പോകുന്നത് പോലെ അല്ല മനുഷ്യനിൽ ധാർമ്മിക ബോധം വളർത്തിയാൽ മാത്രമേ അത് വളരുകയുള്ളൂ. അല്ലെങ്കിൽ അവനിൽ സ്ഥാനം പിടിക്കുക സ്വാർത്ഥതയായിരിക്കും. ഈ സ്വാർത്ഥത സ്ഥാനം പിടിച്ചാൽ അവൻ മൃഗത്തെ പോലെയാകും. ഉലായിക കൽ അന്നാം, ഖുർആൻ പറഞ്ഞതുപോലെ ബൽഹും അദൽ, അതിനേക്കാൾ മോശമാകും. അത് ആ മോശമാകാതിരിക്കാനാണ്
പ്രവാചകന്മാരെ നിയോഗിച്ച് വേദഗ്രന്ഥങ്ങളെ നിയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടുവന്നത്? ധാർമ്മിക അധ്യാപനങ്ങൾ കൊണ്ടുവന്നത്. ഈ ധാർമ്മിക അധ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് മനുഷ്യനായി നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ ഈ പറയുന്ന പോലെ ശ്രീ ജോർജ് കുളങ്ങര പറയുന്നത് പോലെ മതം പഠിപ്പിച്ചതൊക്കെ പൊട്ടത്തരമാണ്, മതം ശാസ്ത്രീയമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല, മതം പറയുന്നതിനെ ഒന്നും ശാസ്ത്രം വെച്ച് തെളിയിക്കാൻ പറ്റില്ല, ദൈവം വാഴക്ക ഉണ്ടാക്കുന്ന ദൈവം തന്നെ ഇല്ല, പിന്നെ ഇഹലോകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന് പരലോകത്ത് എന്ത് വാഴക്ക ഉണ്ടാക്കാനാണ് എന്നൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളാണെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു 10 ദിവസം മനുഷ്യ ജീവിതത്തിൽ നിന്ന് മതത്തെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 ദിവസം കൊണ്ട് അവൻ മൃഗമാകുന്നത് നമുക്ക് നോക്കി നിന്ന് കാണാൻ സാധിക്കും. നൂറ്റാണ്ടുകളായിട്ട് മതങ്ങൾ നിലനിർത്തിയിട്ടുള്ള, മതങ്ങൾ മുന്നോട്ട് വച്ച മൂല്യങ്ങൾ മനുഷ്യനിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് പോലെ ലിബറലിസവും നവനാസ്തികതയും മതനിഷേധവും ഒക്കെ പറയുന്നത് പോലെ മതമൂല്യങ്ങളെല്ലാം മനുഷ്യനിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടെങ്കിൽ അതും മനുഷ്യനും മതം നൽകിയ മൂല്യങ്ങളാണ്. ഇവിടത്തെ മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇവിടത്തെ നവനാസ്തികരടക്കം ആർക്കും അവകാശമില്ല. കാരണം നവനാസ്തികർക്കൊന്നും മൂല്യങ്ങളില്ല. മൂല്യങ്ങൾ മതം ഇവിടെ സമ്മാനിച്ചതാണ്. ആ മതം മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മൂല്യങ്ങൾ മൈനസ് ചെയ്യുക എന്നാണ്. ആ മതം മനുഷ്യ ജീവിതത്തിൽ നിന്ന് 10 ദിവസം മൈനസ് ചെയ്താൽ പിന്നെ മനുഷ്യനിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. പകരം അവനിൽ എന്താ ഉണ്ടാവുക? സ്വാർത്ഥതയാണ് ഉണ്ടാവുക. ഞാൻ, എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം, എൻ്റെ മോഹം, ഇത് വച്ചിട്ടായിരിക്കും മനുഷ്യൻ എല്ലാ കാര്യത്തെയും വിലയിരുത്തുക. അതുകൊണ്ട് മതം മനുഷ്യനെ പൊട്ടത്തരമല്ല പഠിപ്പിച്ചത്, മനുഷ്യനെ മൂല്യങ്ങളാണ് പഠിപ്പിച്ചത്. ആ മൂല്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഒരുപാട് വസ്തുതാപരമായ കാര്യങ്ങൾ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഞാൻ പറയുന്നത് നമ്മളിതൊക്കെ പഠിക്കേണ്ടതുണ്ട്. നമ്മളിതൊക്കെ പഠിച്ച് ആത്മവിശ്വാസമുള്ള ഒരു മുസ്ലിം ആകേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മതം ഇവിടെ പഠിപ്പിച്ചതാകെ പൊട്ടത്തരാണ്, ശാസ്ത്രീയമായിട്ട് ഒന്നും തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ പറയുന്നത് എവിടെയൊക്കെയാണ് കൊള്ളുന്നത്, എന്തിനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. എളുപ്പം സാധിക്കും. ഇനിയിപ്പോൾ ശാസ്ത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മതം പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണല്ലോ, അല്ലെങ്കിൽ ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശാസ്ത്രീയമായി തെളിയിച്ചാൽ അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാവുക? ശാസ്ത്രീയമായി തെളിയിച്ച്, മതം പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിച്ച്, അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ച്, എന്നപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? ശാസ്ത്രീയമായി തെളിയിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇല്ലേ? എന്നിട്ട് അതൊക്കെ മനുഷ്യൻ അനുസരിക്കുന്നുണ്ടോ? മതം എന്താ പഠിപ്പിച്ചത്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മതത്തെ വിമർശിക്കുന്നവരും ദൈവത്തെ വിമർശിക്കുന്നവരും എല്ലാ മതങ്ങളെയും ഒറ്റ ക്യാൻവാസിൽ നോക്കി കണ്ടുകൊണ്ടാണ് ആ വിമർശനം ഉന്നയിക്കുന്നത്. മതത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം ഉണ്ടല്ലോ, മതത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു ഭൂപടമുണ്ടല്ലോ. ഈ ഭൂപടത്തിൽ എല്ലാ മതങ്ങളെയും നിലനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്, ഒരുപോലെ നോക്കിക്കണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും നോക്കിക്കാണാൻ അവർ ഒരു കണ്ണടയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ മതങ്ങളെയും അവർ ഒറ്റ ആംഗിളിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഇതൊക്കെ പ്രശ്നമാണ്. അതേസമയം മതഭൂപടത്തിൽ ഇസ്ലാമിനെ ഒന്ന് സൂം ചെയ്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? മതം പഠിപ്പിച്ചത് പൊട്ടത്തരമല്ല, മതം പഠിപ്പിച്ചത് വളരെ വലിയ മൂല്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മതങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കുറിച്ചാണ് മതം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഈ അനുഷ്ഠാന കർമ്മങ്ങളെ എല്ലാ മതങ്ങളെയും ഉൾപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അനുഷ്ഠാന കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ നിർവഹിക്കുന്ന, അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ വിശദമായി തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആളുകൾ നോക്കുമ്പോൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പള്ളിയിലും ചർച്ചിലും ടെമ്പിളിലും ഒക്കെ ആളുകൾ പോകുന്നുണ്ട്, പക്ഷേ ജീവിതത്തിലൊരു മൂല്യമില്ല. ഇത് കണ്ടിട്ടാണ് മതത്തെ പലരും ചോദ്യം ചെയ്യുന്നത്, വിശ്വാസത്തെ പലരും ചോദ്യം ചെയ്യുന്നത്. അത് മതവിശ്വാസികൾ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു സംഗതിയാണ്. മതവിശ്വാസികളുടെ കാര്യത്തിൽ മതം പറയുന്ന ജീവിതത്തിൽ മൂല്യങ്ങളില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മതം വിമർശന വിധേയമാകുന്നത്, ദൈവം ചോദ്യം ചെയ്യപ്പെടുന്നത്, വേദഗ്രന്ഥങ്ങൾ അതിശക്തമായ വിമർശനങ്ങൾക്ക് ഇരയായി മാറുന്നത്. അതുകൊണ്ട് മതം എന്ന് പറയുമ്പോൾ
അങ്ങനെ മൊത്തം മതത്തെ എടുത്തു നോക്കി കണ്ടിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ പറയുന്നത് മതഭൂപടത്തിൽ നിന്ന് ഇസ്ലാമാകുന്ന മതത്തിനെ ഒന്ന് സൂം ചെയ്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശാസ്ത്രീയമായി എന്താണ് തെളിവ് എന്നല്ലേ എല്ലാവരും ചോദിക്കുന്നത്. ശാസ്ത്രീയമായി എന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ശാസ്ത്രീയമായ ഒരു കാര്യം തെളിയിച്ചാൽ അത് ശാസ്ത്രീയമായി തെളിയിച്ചതിന്റെ പേരിൽ മനുഷ്യൻ ഇവിടെ ലോകത്ത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ. ഒറ്റൊരു എക്സാമ്പിൾ, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും മദ്യം ക്യാൻസറസ് ആണെന്നും മതം പറഞ്ഞതല്ല, ഇവിടെ ശാസ്ത്രീയമായി തെളിയിച്ച ഒരു സംഗതിയാണ്. മദ്യം ഇൻജൂറിയസ് ടു ഹെൽത്ത്, ഇറ്റ് ഈസ് ക്യാൻസറസ്. അത് ക്യാൻസർ ഉണ്ടാക്കും, അത് ലങ്സിനെ ബാധിക്കും, അത് പിന്നെ ലിവർ സിറോസിസ് ഉണ്ടാക്കും, ഒരുപാട് മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കും, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കും, അപകടങ്ങൾ ഉണ്ടാക്കും, ഇതെല്ലാം ഉണ്ടാക്കും. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചതല്ലേ. എന്തിനേറെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ ഇതെല്ലാം. എന്നിട്ടിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ശാസ്ത്രീയമായി തെളിയിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറയുന്നവർ പറയേണ്ട ഒരു മറുപടിയാണ്, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എല്ലാ ശാസ്ത്രവും തെളിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ശാസ്ത്രം തെളിയിച്ചത് കൊണ്ടാണല്ലോ അത് വാങ്ങുന്ന കുപ്പിയിലേക്ക് നോക്കിയാൽ പിന്നെ ക്രോസ് ചിഹ്നങ്ങളൊക്കെ, നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ എംബ്ലമൊക്കെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാ? അത് തെളിയിച്ചതുകൊണ്ടല്ലേ. എന്നിട്ടിപ്പോൾ എന്തുണ്ടായത്? എല്ലാവരും അത് അംഗീകരിച്ചോ? ഈ ശാസ്ത്രബോധം എന്ന് പറയുന്ന നവനാസ്തികർ മദ്യം കഴിക്കാത്തവരാണോ? അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശാസ്ത്രീയമായ ഒരു കാര്യം തെളിയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ ദൈവം ശാസ്ത്രീയമായി ദൈവം ഉണ്ടെന്ന് തെളിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോണത്? ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. ഇവിടെ മദ്യം തെളിയിച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അത് കൂടുകയല്ലേ, ഓരോ ദിവസവും കൂടുകയാണ്. മയക്കുമരുന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മയക്കുമരുന്ന് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതല്ലേ. സിന്തറ്റിക് ഡ്രഗ്സ്, നാച്ചുറൽ ഡ്രഗ്സ്, ഇത്തരം സംഗതികളൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് തെളിയിച്ചതാണ്, ശാസ്ത്രം തെളിയിച്ചതാണ്. ഇവരീ പറയുന്ന ശാസ്ത്രം തെളിയിച്ചതാണ്, അതിന്റെ ടൂളുകൾ ഉപയോഗിച്ച് തെളിയിച്ചതാണ്. എന്നിട്ട് ഇവിടെ എന്തുണ്ടായി? അത് അറിയുന്നവരല്ലേ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എത്രയോ ശാസ്ത്ര വിദ്യാഭ്യാസ ബോധമുള്ള ആളുകൾ അത് ഉപയോഗിക്കുന്നു. അപ്പൊ ശാസ്ത്രം തെളിയിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രബോധമൊന്നും ഇത്രയും വികസിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ ഓതി വച്ചൊരു ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. മദ്യം അത് പൈശാചിക നടപടിക്രമത്തിന്റെ ഭാഗമാണ്, അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നൊരു വേദഗ്രന്ഥം പറഞ്ഞു വെച്ചതോടുകൂടി ആ വാചകങ്ങളുടെയും ആ വാചകം പിന്തുടർന്ന പാരമ്പര്യത്തിൻ്റെയും ഭാഗമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ലോകത്ത് ജനസംഖ്യയിൽ 24.9% മുസ്ലിങ്ങളാണ്. ലോകത്തെ 800 കോടി ജനതയിൽ 24.9% മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ 1.9 ബില്യൺ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ 190 കോടി മുസ്ലിങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ഏറ്റവും പുതിയ കണക്കാണത്. 190 കോടി ജനങ്ങൾ, മുസ്ലിങ്ങൾ, ജനങ്ങളല്ല മുസ്ലിങ്ങൾ, അഥവാ 24.9% ആളുകൾ ലോക ജനസംഖ്യയിൽ മുസ്ലിങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 190 കോടി മനുഷ്യരിൽ 25 കോടി മനുഷ്യർ മദ്യപാനികളാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോ. ബാക്കി 165 കോടി മനുഷ്യർ മദ്യപിക്കുന്നവരല്ല. അവർ മദ്യപിക്കാത്തവരായി മാറിയത് ശാസ്ത്രം മദ്യപാനം ശരീരത്തിന് ഹാനികരമാണ് എന്ന് കണ്ടതുകൊണ്ടല്ല, മറിച്ച് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അവിടെ ഒന്നും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അത് ക്യാൻസർ ഉണ്ടാക്കുന്നു ഖുർആൻ പറഞ്ഞിട്ടില്ല. വേറെ ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒറ്റ വാചകത്തിന്റെ പിൻബലത്തിലാണ് ലോകത്ത് 160 കോടി മുസ്ലിങ്ങൾ മദ്യപിക്കാതിരിക്കുന്നത്. ഈ 160 കോടിയും കൂടി മദ്യപിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിൽ നമുക്ക് തെളിയുന്ന എന്താണ്? ശാസ്ത്രീയമായ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടൊന്നും വലിയ പുണ്യമൊന്നുമില്ല. മതത്തിലെ ഒരു വിശ്വാസം ഇത് പാടില്ല. ഈ 165 കോടി മുസ്ലിങ്ങൾ ദൈവത്തെ കണ്ടിട്ടില്ല. ഈ 165 കോടി മുസ്ലിങ്ങൾ പരലോകം കണ്ടിട്ടില്ല. ഈ 165 കോടി മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയെ കണ്ടിട്ടില്ല. ഈ 165 കോടിയുടെയും കയ്യിലുള്ളത് വേദഗ്രന്ഥം മാത്രമാണ്. ബാക്കി ട്രഡീഷണലായി പാരമ്പര്യമായി കിട്ടിയ വിശ്വാസമാണ്.
ആ വേദഗ്രന്ഥത്തിലെ ഈ ഒരു വാചകവും അതിനെ പിന്തുടരുന്ന പാരമ്പര്യത്തിന്റെയും ഭാഗമായിട്ടാണ് 165 കോടി മുസ്ലിങ്ങൾ. 25 കോടി മുസ്ലിങ്ങൾ നമ്മൾ വെറുതെ മാറ്റി നിർത്തി. 25 കോടി മുസ്ലിങ്ങളൊന്നും മദ്യപിക്കുന്നില്ല ഇവിടെ ലോകത്ത്. വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 165 കോടി മുസ്ലിങ്ങൾ ഇത് മദ്യപിക്കാതിരിക്കുന്നത് ഈ ശ്രീ ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ ശാസ്ത്രീയമായി തെളിയിച്ചതുകൊണ്ടല്ല, മറിച്ച് വിശ്വാസത്തിന്റെ പിൻബലത്തിൽ മാത്രമാണ്. നമ്മൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മദ്യം ഉപയോഗിച്ചതിന്റെ കണക്ക് കേരളത്തിൽ വരും. ഒന്നാമത് ഓണം കഴിയുമ്പോൾ മദ്യപിച്ചതിന്റെ കണക്ക് പത്രവാർത്തയായി വരും. രണ്ടാമത്തേത് ക്രിസ്മസ് കഴിയുമ്പോൾ, പ്ലസ് ന്യൂ ഇയർ കഴിയുമ്പോൾ. ചിലപ്പോൾ സെപ്പറേറ്റ് വരും, ചിലപ്പോൾ ഒന്നിച്ചു വരും. ഈ 3 ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2 പ്രാവശ്യം കേരളത്തിലെ പത്രങ്ങളിലൊക്കെ മദ്യം കുടിച്ചതിന്റെ കണക്ക് വരും. എന്നാൽ ഇതേ കേരളത്തിൽ തന്നെ മറ്റ് 2 ആഘോഷങ്ങളുണ്ട്. ഒന്ന് ബലി പെരുന്നാളും മറ്റൊന്ന് ചെറിയ പെരുന്നാളും. ഈ 2 പെരുന്നാളും കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ ഒരു പത്രത്തിലും ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ പിറ്റേന്ന് മദ്യപിച്ചതിന്റെ കണക്ക് വരില്ല. എവിടെ നിന്നാണ് ഈ കണക്ക് വരാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കണക്ക് വരാതിരിക്കുന്നത്? മദ്യം ശാസ്ത്രീയമായി തെറ്റാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണോ? മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് ഇവർ പറയുന്ന പൊട്ടത്തരം പഠിപ്പിക്കുന്നു എന്ന് ശ്രീ ജോർജ് കുളങ്ങര അടക്കം ആളുകൾ പറയുന്ന, നവനാസ്തികർ പറയുന്ന ആ മതം പഠിപ്പിച്ച ആ മൂല്യം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ജനത്തിൽ ഭൂരിഭാഗവും, മുസ്ലിം സമൂഹത്തിൽ ഭൂരിഭാഗവും ഇന്നും മദ്യം ഉപയോഗിക്കാതിരിക്കുന്നത്. മതം എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന് ആദ്യം പറയാനുള്ളത് മതം പഠിപ്പിച്ച ഏറ്റവും വലിയ സംഗതി അതാണ്. അനുഷ്ഠാനങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. അതേപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅക്കുലു റിബ, നിങ്ങൾ പലിശ തിന്നരുത്. ഈ കൊച്ചു കേരളത്തിൽ പോലും പലിശ സ്ഥാപനമില്ല. മുസ്ലിങ്ങൾ നടത്തുന്ന പലിശ സ്ഥാപനം ചിലപ്പോൾ എണ്ണം പറഞ്ഞ ചിലതേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്? ഇക്കണ്ട ബാങ്കുകൾ മുഴുവൻ ഇവിടെ ഉണ്ടാകുമ്പോഴും, ഇക്കണ്ട ആളുകൾ മുഴുവൻ അമിതമായ പലിശക്ക് ആളുകൾക്ക് കൊടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം ഒരു പലിശ സ്ഥാപനം നടത്തുന്നത് നമ്മൾ കാണാത്തത്? സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ? ശാസ്ത്രത്തെക്കുറിച്ചാണല്ലോ ഇവർ പറയുന്നത്. ശാസ്ത്രീയമായ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ? കേരളത്തിലെ മുസ്ലിം കള്ള് ഷാപ്പുകളുടെ ഉടമസ്ഥരുടെ ലിസ്റ്റ് എടുത്താൽ ഒരൊറ്റ മുസ്ലിമിനെ പോലും ചിലപ്പോൾ കാണില്ല. എന്തുകൊണ്ടാണത്? കേരളത്തിലുടനീളം നിങ്ങൾ സഞ്ചരിച്ചോ, എന്നിട്ട് കള്ള് ഷാപ്പിന്റെ ഒക്കെ സമീപത്ത് എന്നാൽ ആ കള്ള് ഷാപ്പിന്റെ ഉടമസ്ഥന്റെ പേര് അവിടെ തൂക്കിയിട്ടുണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ലൈസൻസിയുടെ പേരുണ്ടാകും. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടില്ല? മുസ്ലിം അല്ലാതെ. എന്തുകൊണ്ട് അങ്ങനെ ആയില്ല? മദ്യം ശാസ്ത്രീയമായി തെളിയിച്ചതുകൊണ്ടാണോ തെറ്റാണെന്ന്? അല്ല, ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ അവന് ഒരു വർഷം സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ 2.5% ആളുകൾക്ക് നൽകുന്നു. 2.5% ആളുകൾക്ക് നൽകുന്നു. ഒരു കുറേ ആളുകളെങ്കിലും അത് നൽകുന്നുണ്ട്. എന്തുകൊണ്ടാ? ശാസ്ത്രീയമായി തെളിയിച്ചതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഫി അംവാലിഹിം ഹഖ്ഖുൻ മഅലൂമുൻ ലിസായിരി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിനകത്ത് തടയപ്പെട്ടവർക്കും ചോദിച്ചു വരുന്നവർക്കും നിർണിതമായ അവകാശമുണ്ടെന്ന് വേദഗ്രന്ഥം പറഞ്ഞതിനെ പിന്തുടർന്നുകൊണ്ട് മാത്രമാണ് അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അവർ ആളുകൾക്ക് നൽകുന്നത്. ശാസ്ത്രീയമായി തെളിയിച്ചതുകൊണ്ടല്ല. മതം എന്താണ് നൽകിയത് എന്ന് ചോദിച്ചാൽ മൊത്തം ക്യാൻവാസിൽ കണ്ടാൽ നമുക്കിത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മതഭൂപടത്തിൽ നിന്ന് ഇസ്ലാമിനെ സൂം ചെയ്ത് നമ്മൾ നോക്കിയാൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും. മതം ചെയ്തത് അതാണ്, ദൈവം ചെയ്തത് അതാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മിനിഞ്ഞാന്ന് 29-30 തീയതികളിൽ പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട്. പത്തനാപുരം KSRTC ഡിപ്പോയിൽ രാവിലെ 5 മണിക്ക് KSRTCയുടെ വിജിലൻസ് വിഭാഗം ഒരു സഡൻ റെയ്ഡ് നടത്തി, മിന്നൽ റെയ്ഡ് നടത്തി. അഥവാ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവർമാരെ പരിശോധിച്ചപ്പോൾ 2 പേരും മദ്യപിച്ചാണ് വന്നിട്ടുള്ളത്. 100 കണക്കിന് ആളുകളെയും കൊണ്ട് പോകുന്ന ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കാൻ വേണ്ടി 2 പേര് വന്നിട്ടുള്ളത് നന്നായി മദ്യപിച്ചുകൊണ്ടാണ്. ഈ വിവരം ചോർന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതേ ദിവസം 14 ഡ്രൈവർമാർ ഡ്യൂട്ടിക്ക് വന്നില്ല. അവർ മിന്നൽ ലീവ് എടുത്തു. 14 ഡ്രൈവർമാർ. ഈ 14 ഡ്രൈവർമാർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ട്.
അതിൽ 10 പേരെ ട്രാൻസ്ഫർ ചെയ്യുകയും 6 പേരെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 14 സർവീസാണ് മുടങ്ങിയത്. 14 സർവീസ് മുടങ്ങി. ആരുടെ മണ്ഡലത്തിൽ? ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന KSRTC ഡിപ്പോയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണിത് പിടിക്കപ്പെട്ടത്. അത് ചോർന്നു പോയതുകൊണ്ടാണ് 14 പേര് ലീവെടുത്ത. എപ്പോഴാണ് ഇത് നടക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. രാവിലെ 5 മണിക്ക് 14 പേര് അവർ ഡ്യൂട്ടി ചാർട്ട് ചെയ്തിട്ടാണുള്ളത്. ഡ്യൂട്ടി ചാർട്ട് ചെയ്ത് ഈ 14 പേര് വന്നില്ല. എന്തേ വന്നില്ല? അതിനർത്ഥം എന്താ? ആ 14 പേരും മദ്യപിച്ചിരുന്നു എന്നല്ലേ? അല്ലേ? അതിനർത്ഥം 14 പേരും മദ്യപിച്ചിരുന്നല്ലേ? 100 കണക്കിന് ആളുകളെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ സ്ഥിതിയാണ് ഈ പറയുന്നത്. ശാസ്ത്രീയമായി തെളിയിക്കാത്തതുകൊണ്ടാണോ? മദ്യം ആരോഗ്യത്തിന് 4000 പേരാണ് ഒരു വർഷം കേരളത്തിൽ ആക്സിഡന്റ് മൂലം മരണപ്പെടുന്നത്. 4000 പേരാണ്. ലോകത്തൊരു വർഷം യുദ്ധത്തിന്റെ പേരിൽ 4000 പേര് മരണപ്പെടുന്നില്ല. ആക്സിഡന്റിൽ 4000 പേര് മരണപ്പെടുകയാണ്. അതിൽ നല്ലൊരു ശതമാനവും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ ഭാഗമായി വരുന്ന അപകടങ്ങളാണ്. എന്നിട്ട് അത് നിർത്തിവെക്കാൻ പറ്റിയോ? ശാസ്ത്രീയമായി തെളിയിച്ചിട്ട് പറ്റിയില്ല. ഒരൊറ്റ വാചകത്തിന്റെ പുറത്ത് മുസ്ലിം സമൂഹം മദ്യപിക്കുന്നില്ല. അപ്പോൾ ഇവരോട് നമുക്ക് പറയാനുള്ളത്, വിശ്വാസത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്, മതം എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ദൈവത്തിന്റെ അസ്തിത്വം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളാണ്. അതിനെ മൊത്തം ഒറ്റ തളപ്പ് കൊണ്ടല്ല അളക്കേണ്ടത്. അളക്കേണ്ടതിനെ അളക്കേണ്ട തളപ്പ് കൊണ്ട് അളന്നാൽ നമുക്കത് മനസ്സിലാകും. അവസാനം ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആടുജീവിതം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈ ആടുജീവിതത്തിൽ മുഖ്യ കഥാപാത്രം നജീബുണ്ട്. ഈ നജീബ് മരുഭൂമിയിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കഥകളാണ് നോവലിലുമുള്ളത്, സിനിമയിലുമുള്ളത്. ഈ നജീബ് ആ സിനിമ റിലീസായതിനു ശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതല്ലാത്ത മറ്റ് വിഷ്വൽ മീഡിയാസും ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ നജീബ് പറയുന്നൊരു കാര്യമുണ്ട്. അഥവാ ആത്മഹത്യ ചെയ്യാൻ തോന്നിയില്ലേ എന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ചോദിക്കുമ്പോൾ നജീബ് പറയുന്ന മറുപടി, ഞാൻ ആത്മഹത്യ ചെയ്തില്ല. ആത്മഹത്യ തെറ്റാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നല്ല പറയുന്നത്. നജീബ് ആ ഇൻ്റർവ്യൂവിലുടനീളം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വിശ്വാസം ആത്മഹത്യ അനുവദിക്കാത്തത് കൊണ്ട് ഞാനത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത്? പിന്നെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന ആടുകൾ, നിരവധി ആടുകൾ പിന്നെ വിഷമുള്ള പാമ്പ് കടിച്ച് ചത്തുപോകാറുണ്ട്. അതുകൊണ്ട് എന്നെയും പാമ്പ് കടിച്ച് ചത്തുപോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മണലിൽ ഇറങ്ങി കിടന്നിട്ടുണ്ട്. എന്നാലും ആത്മഹത്യ ചെയ്തതിൻ്റെ കുറ്റം ഞാൻ പേറേണ്ടി വരില്ലല്ലോ. പാമ്പ് കടിച്ചല്ലേ ഞാൻ മരിച്ചത്, എന്ന ഗണത്തിലല്ലേ ഞാൻ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം താഴെ കിടന്നിട്ട് പാമ്പിന് പോലും എന്നെ വേണ്ടാതായി എന്ന് അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട് ഇൻ്റർവ്യൂവിൽ. എൻ്റെ മതം അതിനനുവദിക്കുന്നില്ല, എൻ്റെ വിശ്വാസം അതിനനുവദിക്കുന്നില്ല എന്നാണ് എല്ലാ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളോടും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ അതിൽ നജീബായിട്ട് അഭിനയിക്കുന്ന പൃഥ്വിരാജ് സംഗീത സംവിധായകനായ AR റഹ്മാനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നജീബ് ഇത്രയും പ്രയാസങ്ങൾ ആ മരുഭൂമിയിൽ അനുഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് നജീബ് ആത്മഹത്യ ചെയ്യാതിരുന്നത് എന്ന ചോദ്യത്തിന് പിന്നെ ഈ AR റഹ്മാൻ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? അത് വിശ്വാസത്തിനെതിരാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാതിരുന്നത് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വാസത്തിലുള്ള സ്വാധീനം, മതം മനുഷ്യനിൽ ഉണ്ടാക്കി കൊടുത്തത്, ഭൗതികത മനുഷ്യനിൽ ഉണ്ടാക്കി കൊടുത്തത് എന്താണെന്നറിയാമോ? ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമേ അല്ല എന്നാണ്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞുകൊണ്ട് പറഞ്ഞത്, വില്യം ഏണസ്റ്റ് ഹെൻലെ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ 2 വരികൾ നമ്മുടെ സുപ്രീം കോടതി ആത്മഹത്യ ക്രിമിനൽ കേസല്ല എന്ന് വിധിച്ചുകൊണ്ടുള്ള ആ വിധി പകർപ്പിൽ എഴുതിയ ഒരു കാര്യമുണ്ട്. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫെയ്ത്ത്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. ഈ 2 വരികൾ അതിനകത്ത് നമുക്ക് കാണാം. ഞാൻ എൻ്റെ വിധിയുടെ മാസ്റ്ററാണ്, ഞാൻ തന്നെയാണ് എൻ്റെ വിധിയുടെ മാസ്റ്റർ. ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ, എൻ്റെ ആത്മാവിൻ്റെ ക്യാപ്റ്റനും ഞാൻ തന്നെയാണ്. ഇത് മനുഷ്യൻ പഠിക്കുന്നിടത്തോളം കാലം
ആത്മഹത്യ വർദ്ധിക്കുകയും സമൂഹം അരാജകമാവുകയോ ചെയ്യുള്ളൂ. ഞാൻ തന്നെയാണ് എൻ്റെ എല്ലാം. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. നിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. നിന്റെ ആത്മാവിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. നിന്റെ വിധിയുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നീ തന്നെയാണ് നിന്റെ വിധിയുടെ ഉടമസ്ഥൻ, നീ തന്നെയാണ് നിന്റെ ആത്മാവിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിലൂടെ സമൂഹം അരാജകമാകാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളങ്ങനെ ഒരു അപകർഷതാബോധത്തിനും അടിപ്പെടേണ്ടതില്ല. തികഞ്ഞ യുക്തിയുടെയും ബുദ്ധിയുടെയും അടിത്തറയിലാണ് ഇസ്ലാം ഉള്ളത്. കൂടെ കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ മാറാപ്പ് ചുറ്റും വന്ന് കൂടിയിട്ടുണ്ടാകാം. പക്ഷെ ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അതല്ലാതെ പാരമ്പര്യത്തിൽ നിന്നല്ല. പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കണം. പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇസ്ലാം മുന്നോട്ട് വച്ചതെല്ലാം മനുഷ്യൻ്റെ ഉപകാരത്തിനുള്ളതാണ്. മനുഷ്യൻ്റെ ഉപകാരത്തിനുള്ളതാണ്. ശാസ്ത്രം അത് ശാസ്ത്രം പഠിപ്പിച്ചോളൂ. ഖുർആൻ വന്നത് ശാസ്ത്രം പഠിപ്പിക്കാനല്ല. പറയുന്ന മധ്യേ മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യപ്പെടാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ 1700ഓളം പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നതൊരു സത്യം തന്നെയാണ്. അത് ശാസ്ത്രം പഠിപ്പിക്കാനല്ല, ധാർമ്മികമായ ബോധം അവനിൽ അടിയുറക്കാൻ വേണ്ടി മാത്രമാണ്. ശാസ്ത്രം മനുഷ്യൻ്റെ പുരോഗതിക്ക് ആവശ്യമാണ്. ധാർമ്മികാധ്യാപനങ്ങൾ അവൻ്റെ മാനവിക ബോധവും മനുഷ്യത്വവും നിലനിർത്താൻ ആവശ്യമാണ്. ഇത് രണ്ടിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മനുഷ്യൻ പുരോഗമിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇതിലേതെങ്കിലും ഒന്ന് മനുഷ്യനിൽ നിന്ന് മൈനസ് ചെയ്താൽ മനുഷ്യൻ പല അർത്ഥത്തിൽ ഇവിടെ അരാജകവാദിയായിട്ട് മാറും. അതുകൊണ്ട് ഈ ചോദിക്കുന്ന ആളുകൾ മതം എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ ഉത്തരം ഇസ്ലാമിന് നൽകാനുണ്ട്, വിശുദ്ധ വേദഗ്രന്ഥത്തിന് നൽകാനുണ്ട്, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിക്ക് നൽകാനുണ്ട്. അത് നമ്മൾ പഠിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ സംഗതി. നമ്മളത് പഠിക്കണം. നമ്മൾ പഠിക്കാതെ വെറുതെ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ആചരിച്ച് ജീവിക്കുന്ന കേവലം ഒരു മുസ്ലിമായി നമ്മൾ മാറരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അവസാനത്തിൽ കൂടി പറയുകയാണ്, ജ്ഞാനബോധ്യമുള്ള ഒരു മനുഷ്യനായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ചൂട് വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നിന്ന് ഉരുകുകയാണ്, നിങ്ങൾ നിന്ന് പൊള്ളുകയാണ്. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതിൽ പ്രധാനമായി വേണ്ടത് ജീവിതത്തെ മൂല്യവൽക്കരിക്കുക. അത് സംബന്ധമായ ഖുർആൻ വാചകങ്ങളും പ്രവാചക വചനങ്ങളുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ജീവിതത്തെ മൂല്യവൽക്കരിക്കണം. ജീവിതത്തെ മൂല്യവൽക്കരിക്കാത്ത ഒരു ഇടപാടും ഇസ്ലാമിലില്ല. അതോടൊപ്പം ജീവിതത്തിൻ്റെ മൂല്യവൽക്കരണത്തിന് തടസ്സമായി നിൽക്കുന്ന പാപങ്ങളുണ്ട്. ആ പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കുക. നമ്മൾ തൗബയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾ പാപമോചനം തേടൂ, നിങ്ങൾക്ക് ഞാൻ മഴ വർഷിപ്പിച്ചു തരാം, നിങ്ങൾക്ക് വിഭവങ്ങൾ തരാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. അതോടൊപ്പം മഴയ്ക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹുവേ, ഞങ്ങൾക്ക് നല്ല മഴ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആപത്തുണ്ടാക്കാത്ത, ഞങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത, ഞങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മഴ നൽകി കരുണാവാരിധിയായ നാഥ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ വളർത്തുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള മൃഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് മഴ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾക്ക് മഴ നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ മഴ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹുവേ നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.